നമ്മളിൽ ആരെങ്കിലുമൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ തോൽക്കണം എന്ന് ആഗ്രഹിച്ച അസൂയക്കാരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അത് സ്വന്തക്കാരാവാം, ബന്ധുക്കാരാവാം, ഈവൻ സുഹൃത്തുക്കളാവാം. അവർക്കൊക്കെ നമ്മുടെ ഒരു അസൂയാർഹമാംവിധമുള്ള ചില വിജയങ്ങൾ കാണുമ്പോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതായതുകൊണ്ട് അവരെ അവിടെ എത്തിക്കണമെന്നല്ല, നമ്മളെ താഴ്ത്തണമേ എന്നുള്ള ഒരു നെഗറ്റിവിറ്റി അവരുടെ മനസ്സിൽ നിന്ന് വരും. അതിനാണ് അസൂയ എന്ന് പറയുന്നത്, കണ്ണുകടി എന്ന് പറയുന്നതൊക്കെ. എന്താണേലും അങ്ങനെയുള്ള അസൂയയുടെയും ഒക്കെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചില പരാജയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ നമ്മെ തോൽപ്പിക്കണം എന്ന് കരുതി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള ചില ആളുകളും ഉണ്ടാവാം. അവരെയാണ് നമ്മുടെ ജോസഫ് മേലൂക്കാരൻ ദുർഭൂതങ്ങൾ എന്ന് പേരിട്ടുള്ളത്. നമ്മൾ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നമ്മളെ തോൽപ്പിക്കണം എന്ന് കച്ചകെട്ട് ഇറങ്ങിയിട്ടുള്ളവരും. പക്ഷെ തോൽക്കാൻ തനിക്ക് മനസ്സില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചുവോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വിജയം ആരംഭിച്ചു എന്ന് പറയാം. ദ അൺസ്ക്രിപ്റ്റഡ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു മുഖ്യ സന്ദേശമാണത്. അതിൻ്റെ മലയാള വിമർശനമാണല്ലോ നമ്മൾ പറഞ്ഞത്, പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും. അപ്പം വിജയമന്ത്രങ്ങളിലെ ആദ്യത്തെ മന്ത്രമാണ് ശരിക്കും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നുള്ള ദൃഢനിശ്ചയം മനസ്സിലുണ്ടാവുക എന്നുള്ളത്. കാരണം നമ്മെ തോൽപ്പിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുത്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഒരു വിധിക്ക് കീഴടങ്ങാന്നൊക്കെ പറയില്ലേ. പക്ഷെ അത് വിധിയാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കെതിരെ വരുന്ന എന്തിനേയും ഇതെൻ്റെ വിധി എന്ന് പറഞ്ഞ് നമ്മൾ തോറ്റുകൊടുത്താൽ ജീവിതത്തിൽ നാം എങ്ങെത്തൂല്ല. പക്ഷേ ഇത് എൻ്റെ വിധി പരാജയമല്ല എന്നും എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം ഞാൻ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ സഹായത്തോടെ ഞാൻ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഒരു പരാജയവും ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഒന്നിനും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. തിരിച്ചടി എന്നുള്ളത് പരാജയമല്ല എന്നുള്ള നമുക്ക് തിരിച്ചറിവുണ്ടാവും. തിരിച്ചടി എന്നുള്ളത് തിരിഞ്ഞു നോക്കാനും തെരഞ്ഞു നോക്കാനും, അത് ഒരുപക്ഷെ വഴി മാറണമെങ്കിൽ വഴി മാറാനും, അല്ലെങ്കിൽ നമ്മുടെ ഗതി അതിൻ്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ സ്പീഡ് കൂട്ടാനോ ഒക്കെയുള്ള ഒരു വിളിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. അങ്ങനെയുള്ള ചില തിരിച്ചറിവുകളും അതുപോലെ ചില തിരുത്തിക്കുറിക്കലുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്താനുള്ള ഒരു വിളിയായിട്ട് നമ്മുടെ തിരിച്ചടികളെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ച് മുന്നേറാൻ തന്നെയാവും. ഒരിക്കലും നമുക്ക് ഇട്ടിട്ട് പോരേണ്ടിയും വരില്ല, നമുക്ക് തകർന്നു പോകേണ്ടിയും വരില്ല. തളർച്ച എന്നുള്ളത് സ്വാഭാവികമാണ്, പക്ഷെ അത് താൽക്കാലികമാണെന്ന് തിരിച്ചറിവുണ്ടാവണം. തളർച്ച എന്നുള്ളത് തകർച്ചയായിട്ട് നാം കാണുമ്പോഴാണ് ഓരോന്നിനും നമ്മൾ തളർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അത് തകർന്നു പോകുന്നത്. നേരെ മറിച്ച് ഒന്നിനും എന്നെ തകർക്കാനാവില്ല, തളർത്താനാവും. അത് തളരുക എന്നുള്ളത് താൽക്കാലികം മാത്രമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ തളർച്ചയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിച്ചാൻ സാധിച്ചാൽ നമുക്ക് തകരാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തകർച്ചയായി കാണുമ്പോൾ നമ്മൾ തകർന്നു പോവും. നേരെ മറിച്ച് തളർച്ച ഒരു വളർച്ചയ്ക്കുള്ള വിളിയാണ് എന്നുള്ളത് ഒരു മനസ്സിലുള്ള ഒരു തിരിച്ചറിവും ദൃഢനിശ്ചയവും വന്നാൽ ആ വളർച്ചയെ കരുതി നമുക്ക് നമ്മുടെ വഴി മാറാനോ ഗതി മാറാനോ തിരുത്തലുകൾ വരുത്താനോ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. തളർച്ചയുടെ പേരിൽ ദൈവത്തെ പഴിക്കാതെ തളർച്ചയുടെ പേരിൽ നമുക്ക് ദൈവത്തോട് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി കാണിക്കാനുള്ള ഒരു വിളിയായിട്ട് അതിനെ കാണാനും ദൈവം അതുവരെ നടത്തിയ വഴിയെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനും കഴിയുമ്പോഴാണ് നമുക്ക് ഈ തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താനാവുക. അങ്ങനെ നമ്മുടെ തളർച്ചകളെ വഴിതിരിക്കാനുള്ള, നമ്മുടെ ജീവിതത്തെ വഴിതിരിക്കാനോ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താനുള്ള വിളിയായിട്ട് കാണാനും ആ വിളിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം വീണ്ടും വിജയിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമന്ത്രം അതാണ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.